അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഹെന്ന. ഇത് ഞാൻ ഓവർനൈറ്റ് കലക്കി വെച്ചതല്ല, വെറും 1.5 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഹെന്ന ഇത്രയും ഡാർക്ക് കളറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഹെന്ന ഇടുന്നതിന് മുന്നേ എൻ്റെ ഹെയറിൻ്റെ കളറ് റൂട്ട് ഫുള്ള് നന്നായിട്ട് വൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇട്ട് അതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെന്നയാണ്. അപ്പോൾ ഹെന്ന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയറൊക്കെ പതുക്കെ ഗ്രേ ആയി തുടങ്ങുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഡൈ അല്ലെങ്കിൽ ഹെന്നയൊക്കെയാണ് ആൾക്കാർ മിക്സ് ചെയ്തിടുന്നത്. അപ്പം ഞാൻ ഒരു 5-6 വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെന്നയുടെ തന്നെ. എല്ലാ പ്രാവശ്യവും ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെന്ന മിക്സിംഗ് ഒക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറേ നാളായി ഒരു ഹെന്നയുടെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ഫ്രണ്ടിന് മുടിയൊക്കെ ഇങ്ങനെ നരച്ചിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഹെന്ന ഇടാത്തതെന്ന്. അപ്പം ആൾക്ക് നല്ല ലോങ് ഹെയർ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെന്ന ഇടാനായിട്ട് ഭയങ്കര മടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെന്ന ഇടുമ്പോൾ നമുക്ക് ഫുൾ ഇടേണ്ട കാര്യമില്ല, ഉള്ളിലേക്കൊക്കെ 1-2 നരച്ച മുടിയോ ഉള്ളെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റൂട്ടിൽ മാത്രമായിട്ടും ചെയ്യാൻ പറ്റും, പിന്നെ ഈ ക്രൗൺ ഏരിയ മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ഹെന്ന മിക്സിങ്ങും അപ്ലൈയിങ്ങും ഒക്കെ ഈ ക്രൗൺ ഏരിയ മാത്രം ഉള്ളതാണ്. അതുപോലെ തന്നെ പലരും പറയുന്നു ഹെന്ന ഇടാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേട്ടും ഹെന്ന ഇടുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും തന്നെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ഒരുപാട് ഡ്രൈ ആവാതെ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാനൊരു 10-20 വർഷത്തിന് മേളിലായിട്ടുണ്ടാവും എൻ്റെ തലയിൽ ഹെന്നയാണ് ചെയ്യണത്. അപ്പോൾ എന്നെ കാണുന്ന ആൾക്കാർ അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എവിടെയാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്, ഹെയറിൽ എന്താണ് ചെയ്യണതെന്നൊക്കെ. ഞാൻ നിങ്ങൾക്ക് ചെയ്യണ ഈ വീഡിയോസ് ഹെയർ പാക്കുകളും അതുപോലെ തന്നെ ഹെന്നയും മാത്രമേ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്നിട്ടും എൻ്റെ മുടി ഇത്രയും നല്ല സോഫ്റ്റും ഇതൊക്കെയാണ്. പക്ഷേ ആൾക്കാർ ഞാൻ ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഹെന്ന മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇടാൻ ആയിട്ട് ഭയങ്കര മടിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുടി ഡ്രൈ ആവാതെ എങ്ങനെയാണ് നമുക്ക് ഹെന്ന മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റണത്. അതുപോലെ തന്നെ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മുടിയിലെ കളറൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കാൻ ഒരുപാട് പോകാതെ. പിന്നെ പലരുടെയും പ്രശ്നങ്ങളൊക്കെയാണ് മുടിയെന്ന് കളർ ഒലിച്ചു പോകുന്നു, അതുപോലെ ചെയ്ത കളർ അങ്ങനെ നിൽക്കണില്ല എന്നൊക്കെ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഹെന്നയും അതുപോലെ തന്നെ ഏത് രീതിക്കാണ് കളർ പോകാതെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നും ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ 1.5 മണിക്കൂർ മാത്രമാണ് നമ്മുടെ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചതെന്ന്. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഹെന്നയ്ക്ക് നല്ല ഡാർക്ക് കളർ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഹെന്ന മിക്സ് ചെയ്യണത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലോ ഇരുമ്പിൻ്റെ പാത്രത്തിൽ എന്തെങ്കിലും അയൺ കണ്ടൻറ്റ് പാത്രത്തിലായിരിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് ആ ഇരുമ്പ് ചട്ടിയിലോട്ടൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ ആ ഇരുമ്പിനോട് ചേർന്നിരിക്കുന്ന ഹെന്ന പെട്ടെന്ന് ഡാർക്ക് കളറാവും. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറാണ് ഇത് വെച്ചത്. അപ്പോൾ ഈ 1.5 മണിക്കൂറും കൊണ്ട് ഒരു 15 മിനിറ്റ് ഇടവിട്ടിട്ട് ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ ഇടവിട്ടിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം ഹെന്നയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആ ഹെന്ന മൊത്തം നന്നായിട്ട് ബ്ലാക്ക് കളർ ആവാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് മൂടി വെച്ചത്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഹെന്ന പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ. അപ്പോൾ ഇന്ന് ഞാൻ ക്രൗണിലേക്കാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള ഹെന്ന പൗഡർ എടുത്തു. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ ഇന്ന് ഞാൻ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാതെ ഞാൻ ഇന്ന് നമ്മുടെ തൈരിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഹെന്ന മിക്സ് ചെയ്തിരിക്കുന്നത്. ആ വെള്ളവും പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഞാൻ പിന്നെ ഒരു 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. ഇത്രയും ചേർത്തിട്ടാണ് ഇന്ന് ഞാൻ ഹെന്ന മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെയറൊക്കെ ഡ്രൈ ആവണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലരും നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് അതിലേക്ക് മുട്ട ഉപയോഗിക്കില്ല, കാരണം മുട്ടയ്ക്ക് ഭയങ്കര സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുട്ട ഉപയോഗിക്കണം, അതുപോലെ തന്നെ തൈരും ഉപയോഗിക്കണം മസ്റ്റായിട്ടും, അതുപോലെ തന്നെ ഒരു 10 ഡ്രോപ്പെങ്കിലും വെളിച്ചെണ്ണയും. ഈ 3 സാധനങ്ങൾ നമ്മുടെ ഹെയറിനെ
കൂടുതൽ സ്മൂത്ത് ആക്കാനും അതുപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെയാണ് നമ്മളിത് ഹെന്ന പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയുടെ അളവും അതുപോലെ ചിലരൊക്കെ ഒരുപാട് നാരങ്ങാനീര് ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ നാരങ്ങാനീരിൻ്റെയൊക്കെ അളവുകൾ നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാനായിട്ടുള്ള കാരണമാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് മാത്രം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് രാത്രിക്ക് ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ എൻഡ് കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയോട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യണവരും അതുപോലെ റെഗുലറായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, വല്ലപ്പോഴും മാത്രം ഹെന്നയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് തന്നെ കലക്കി ചായവെള്ളവും കാപ്പിവെള്ളവും ഒക്കെ മിക്സ് ചെയ്തിട്ട് കലക്കി തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്തും ചെറിയ ചെറിയ ലെയറുകൾ എടുത്തിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാ ഹെയറിലേക്കും ഹെന്ന പറ്റാനും എല്ലാ ഹെയറിലേക്കും നന്നായിട്ട് കളർ പിടിക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് ഇറക്കിയിടുക. അപ്പോൾ ഞാനിടുമ്പോൾ എൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ഫുള്ള് ഞാൻ നന്നായിട്ട് ഇറക്കിയിടാറുണ്ട്. ഇത് ഒരുപാട് കളറൊന്നും അങ്ങനെ പിടിക്കൂല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ ഞാൻ ഹെന്ന വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയതാ, ഞാൻ ഒരു 1.5 മണിക്കൂർ നേരെ വെച്ചുള്ളൂ. കാരണം അത്രയും നേരം എനിക്ക് വെക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു 1.5 മണിക്കൂർ നേരം വെച്ചപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കളർ കിട്ടുകയും ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ ഹെന്ന കഴുകിയത് വെറുതെ ഷാമ്പു ഒന്നും ഇടാതെ നോർമലായിട്ടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നാളെയാണ് നമ്മൾ ഷാമ്പു ചെയ്യണത്. നാളെ നമ്മൾ ഷാമ്പു ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കൊക്കെ നന്നായിട്ട് ഓയിൽ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഹെയറിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഓയിൽ പോകത്തക്ക രീതിയിൽ 1-2 പ്രാവശ്യം ഷാമ്പു ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കളറ് നന്നായിട്ട് നമ്മുടെ ഹെയറിലേക്ക് പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഓരോ വാഷിലും നമ്മുടെ ഹെന്നയുടെ കളറ് നമ്മുടെ ഹെയറിൽ നിന്ന് പോകാതിരിക്കാനായിട്ടും അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഓയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നന്നായിട്ട് നമ്മുടെ ഓരോ മുടിയിഴയിലേക്കും പറ്റത്തക്ക രീതിയിലും അതുപോലെ സ്കാൽപ്പിലേക്കും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓയിൽ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാണാൻ പറ്റും. എൻ്റെ തോർത്തയിൽ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ മാത്രമാണ് ഹെന്നയുടെ കളറ് ഇളകിപ്പോയിട്ടുള്ളത്. അതെൻ്റെ സ്കാൽപ്പിലുള്ള പറ്റിയിരുന്ന ഹെന്നയുടെ കളർ ഇളകിപ്പോയതാണ്. എൻ്റെ മുടിയൊന്നും ഒരു തുള്ളി പോലും കളറ് ഇളകിപ്പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈവൻ എൻ്റെ ക്രൗൺ പോർഷനിൽ മാത്രമോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഹെന്ന ഇടുന്ന സമയത്ത് എപ്പോഴൊക്കെ ഞാൻ ഹെയർ അപ്ലൈ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അതിന് പിറ്റേ ദിവസം ഓയിൽ വെച്ചതിന് ശേഷം ഞാൻ ഒരു 1 അവർ വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1 അവർ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്താൽ ഇതുപോലെ ഒരു തുള്ളി പോലും നമ്മുടെ ഹെയറിൽ നിന്ന് കളറ് പോകത്തുമില്ല. തന്നെയല്ല ഈ പിടിച്ച കളറ് ഇനി ഇളകി പോകാതെ ഇരിക്കുകയും ചെയ്തോളും. പുതിയ ഹെയർ ഗ്രോ ചെയ്യണത് മാത്രം വൈറ്റായിട്ട് വരുള്ളൂ. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ ഹെയറിലേക്ക് ഹെന്നയുടെ കളർ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് മാത്രമായിട്ടാണ് വരണതെന്നൊക്കെ. അപ്പോൾ ഹെന്ന ഒരു നാച്ചുറൽ കളറിങ് രീതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചായിട്ടായിരിക്കും ഹെന്നയുടെ കളർ പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ട്രീറ്റഡ് ഹെയറോ അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ള ഹെയറോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടി കൂടിയ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെന്നയുടെ കളർ പിടിക്കാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമ്മൾ ഒരു 15 ദിവസം ഇടവിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഹെന്ന ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹെന്നയുടെ കളർ പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതിനുശേഷം പിന്നീട് മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.